നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് എൻ്റെ ഗ്രാമമായ മറവൻതുരുത്ത് പഞ്ചായത്തിൽ തുരുത്തുമ്മ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ 4 വശവും ദ്വീപാണ്. അങ്ങോട്ടുള്ള യാത്രാമാർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് കടത്തുവള്ളമായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അവിടെ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ കടത്തുവള്ളം വന്നെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം വന്നെടുത്ത് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി പഞ്ചായത്ത് ശരിയാക്കി കൊടുത്തിരിക്കുന്ന ഒരു ജെട്ടിയാണിത്. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ആണത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സുരക്ഷിതമായി അവിടെ വന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ്. അതിൽ ഒരുപാട് തേങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ഒരു തുരുത്താണ്. അവിടെയും അങ്ങോട്ടും എത്തിപ്പെടാൻ വേണ്ടിയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ വള്ളം തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇപ്പോൾ കുറേ നാളത്തെ ഇത് കഴിഞ്ഞാണ് നമുക്ക് അവിടെ ഒരു തൂക്കുപാലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ട് ആ തൂക്കുപാലത്തെ കൂടി അക്കരെ ഇക്കരെ എല്ലാവർക്കും ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിലും അതിലെ കൂടി പോകാൻ പറ്റും. കണ്ട ഒരു ചേട്ടൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണ് വന്നേച്ചത് ചേട്ടൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് തള്ളിക്കൊണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പം നമുക്ക് പതുക്കെ ആ തൂക്കുപാലത്തിലേക്ക് കയറാം. ഇപ്പോൾ എല്ലാ സൈഡുകളിലും പുല്ലൊക്കെ പിടിച്ചാകെ ഇതായിട്ട് കിടക്കുവാണ്. ഇപ്പോൾ അത് ഈ പാലം വന്നതോടുകൂടി കടത്തുവഞ്ചിയുടെ ഇതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആ പുല്ലും എല്ലാം പിടിച്ച് കിടക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. അവിടെ ഇതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണം പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അറിയിപ്പ് പോലെ എന്തൊക്കെ കയറാൻ പറ്റും, കയറ്റാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി വേണം, സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ വേണ്ടി. അത് കുറച്ച് സ്റ്റെപ്പുണ്ട്. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അതിലെ കൂടി കയറി പോകാൻ വേണ്ടി. അവർക്കാണ് വീണ്ടും അവിടെ കടത്തുവള്ളം തന്നെയാണ് വച്ചിരിക്കുന്നത്. ഇത് കണ്ട കുറച്ച് സ്റ്റെപ്പുണ്ട്. അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകണം. നമ്മൾ ആ കണ്ട ചേട്ടൻ സൈക്കിള് അവിടെ നിന്ന് കയ്യിലെടുത്തോണ്ടേ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ സൈക്കിളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പലതരത്തിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരമ്മച്ചി അവിടുന്ന് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അതിലേ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുപാലം. ഈ തൂക്കുപാലത്തിലാണ് ഇപ്പോൾ തുരുത്തുമ്മ നിവാസികളെല്ലാവരും അക്കരെ ഇക്കരെ നടക്കുന്നത് ഇതിലേ കൂടിയാണ്. പിന്നെ അവർക്കിപ്പോൾ ബ്രഹ്മോങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വാഹനഗതാഗതം റോഡ് സൗകര്യമൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ തുരുത്തുമ്മ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കായലിൻ്റെ ഭംഗി. നല്ല മനോഹരമായി പച്ചപ്പോടു കൂടിയാണ്. 2 സൈഡിലും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അതവിടെ നിൽക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദ്വീപാണ് കാണുന്നത്. ആ ദ്വീപിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കടത്തുവഞ്ചിയുടെ ആശ്രയിച്ചേ നമുക്കിവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പാലത്തെ കൂടി കുറച്ച് നടക്കുവാണ് അങ്ങോട്ട്. അപ്പോൾ ഇതാണ് ആ പാലത്തിൻ്റെ യഥാർത്ഥ വ്യൂ ആണ് ഈ കാണുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം തുരുത്തുമ്മ. എൻ്റെ ഗ്രാമമായ മറവത്തുരുത്ത് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് തുരുത്തുമ്മ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ പാലത്തിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗി, നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടി. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കയാക്കിംഗ് അങ്ങനെയുള്ള എല്ലാ ഇതും ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് നടത്തുന്നുണ്ട്. ഇവിടെ ഉത്തരവാദിത്വം